ഇനി നമ്മൾ ഉയർപ്പിലേക്ക് പ്രവേശിക്കുക. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഉയർപ്പ്, ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഈസ്റ്റർ എന്ന് പറയുന്നത് തേടിപ്പോയത് കണ്ടെത്താത്തതിൻ്റെ ആഘോഷമാണ് ഈസ്റ്റർ, അല്ലേ? മഗ്ദലേന മറിയവും മറ്റു സ്ത്രീകളും കൂടെ കാണാൻ പോയി ഈശോയെ. ഈശോയെ അവിടെ കണ്ടിരുന്നെങ്കിൽ ഈസ്റ്റർ ഉണ്ടാകുമോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് തേടിപ്പോയത് കണ്ടെത്താത്തതിൻ്റെ, കാണാൻ പറ്റാത്തതിൻ്റെ സന്തോഷമാണ് ഈസ്റ്റർ. സാധാരണഗതിയിൽ നിങ്ങൾ തേടിപ്പോകുന്നത് കണ്ടില്ലെങ്കിൽ സങ്കടമല്ലേ വരിക? തേടിപ്പോയത് കാണാത്തതിൻ്റെ സന്തോഷമാണ് ഈസ്റ്റർ. അതേസമയം ക്രിസ്മസ് വേറെയാ. നോക്ക്, നിങ്ങൾക്കായി രക്ഷകനായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു, വേഗം പോയി അവനെ കാണുകയെന്ന് പറഞ്ഞ് ഈ ആട്ടിടയന്മാർ ഓടിച്ചെല്ലുമ്പോൾ ഈശോയെ കണ്ടില്ലായിരുന്നെങ്കിലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ക്രിസ്മസ് ഉണ്ടാകുകയില്ലായിരുന്നു. ക്രിസ്മസ് തേടിപ്പോയത് കണ്ടെത്തിയതിൻ്റെ ഉത്സവമാണ്. ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ അവർ തേടിപ്പോയത് കണ്ടെത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ഞാനിങ്ങനെ നിങ്ങളോട് പറയാനും നിങ്ങൾക്കിത് കേട്ട് അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ധ്യാനിച്ചിരിക്കാനും സാധിക്കുമായിരുന്നില്ല. ജനകോടികൾ ക്രിസ്ത്യാനികളാകുമായിരുന്നില്ല. ക്രിസ്ത്യാനിറ്റി എന്നൊരു സംഗതി ഉണ്ടാകുമായിരുന്നില്ല. ജനലക്ഷങ്ങൾക്ക് സ്വർഗപ്രാപ്തി ഉണ്ടാകുമായിരുന്നില്ല. അവർ തേടിപ്പോയത് കാണാത്തതിൻ്റെ ഉത്സവമാണ് യഥാർത്ഥത്തിൽ ഈസ്റ്റർ എന്ന് പറയുന്നത്. അനേക വർഷങ്ങളായിട്ട് പല ആംഗിളിൽ ഞങ്ങൾ പീഡാനുഭവത്തെ ധ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കണ്ടതുപോലെ ടൈപ്പോളജിക്കലായിട്ട് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു ക്രിസ്തുവിൻ്റെ മരണവും ഉത്ഥാനവും എന്നുള്ള രീതിയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ധ്യാനത്തിൻ്റെ മുഴുവൻ ത്രെഡ് എന്ന് പറയുന്നത് ടൈപ്പോളജിക്കൽ അപ്രോച്ചാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ എപ്പോഴും പഴയ നിയമത്തിനെ ഇങ്ങനെ നമ്മൾ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടൈപ്പോളജിക്കലായിട്ട് നമുക്ക് നോക്കാം. പുതിയ നിയമത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളുടെ നിഴലുകളെയാണല്ലോ നമ്മൾ ടൈപ്പോളജി എന്ന് പറയുന്നത്. ഈശോയുടെ ആ കുരിശുമരണം, അതിനുശേഷമുള്ള സംഭവങ്ങളുടെ ടൈപ്പോളജി പറയാം. ഉൽപ്പത്തി 22:6 അബ്രാഹം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. 3 ദിവസമേ ആയുള്ളൂ ഒരു പിതാവ് വിറകെടുത്ത് ഒരു മകൻ്റെ തോളിൽ വെച്ചിട്ട്. എന്നിട്ട് ഇസഹാക്ക് ഒരു മല കയറുക. ഇതേപോലെ കർത്താവ് ആ വിറകുമെടുത്ത് തടിയുമെടുത്ത് മല കയറിയിരിക്കുക. ഇത്ര ഭയങ്കര തീവ്രമായ ടൈപ്പോളജിയാണെന്നറിയാം. അത് കഴിഞ്ഞിട്ടില്ല. അബ്രാഹത്തിനോട് പറയുകയാണ്, നീ പോകേണ്ടത് എങ്ങോട്ടാ? മോറിയാ ദേശത്തേക്ക് പോവുക. മോറിയായിലേക്ക് പോയി 3-ാം ദിവസം അവൻ തലയുയർത്തി നോക്കിയപ്പോൾ അകലെ സ്ഥലം കണ്ടു. ഒരു 3-ാം ദിവസം നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. 3-ാം ദിവസം ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടുക്കി വെച്ച് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. ഈശോയെക്കുറിച്ച് ഇറക്കുന്ന ആ സീൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതാണ് ആ ടൈപ്പോളജിയുടെ ആ പവർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടില്ല. യഹൂദ പാരമ്പര്യമുണ്ട്, വളരെ ശക്തമായ ഒരു യഹൂദ പാരമ്പര്യം. നന്മതിന്മകളുടെ മരം ഏദൻ തോട്ടത്തിൻ്റെ മധ്യത്തിൽ നിന്ന കഥ നമുക്കറിയാമല്ലോ. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഈ നന്മതിന്മകളുടെ മരം നിന്നത് മോറിയാ മലയുടെ മുകളിലാണ്. ഈ നന്മതിന്മകളുടെ മരം നിന്ന നന്മതിന്മകളുടെ മരത്തിൻ്റെ ചുവട്ടിൽ മോറിയാ മലയുടെ മുകളിൽ വെച്ചാണ് ആദം പാപം ചെയ്തത്, ആദിപാപം ചെയ്തത്. അതുമാത്രവുമല്ല, മോറിയാ മലയിൽ തന്നെയാണ് ദൈവം ആദത്തിനെ സൃഷ്ടിച്ചത്. മോറിയായ്ക്ക് വലിയ സിംബോളിക് വാല്യൂ ഉണ്ട് ജൂയിഷ് ട്രഡീഷനിൽ. ഈ മലയിൽ തന്നെയാണ് അബ്രാഹം ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. യഹോവ കണക്ട് ചെയ്യുകയാണ് സൃഷ്ടിയുടെ സമയത്ത് നടന്ന സംഭവങ്ങളിലേക്ക് വിശ്വാസികളുടെ പിതാവായ അബ്രഹാത്തിനെ കണക്ട് ചെയ്യുകയാണ്. അങ്ങനെ ഇസഹാക്ക് വിറകെടുത്ത് തോളിൽ വെച്ചുകൊണ്ട് ഇസഹാക്ക് ഈ മോറിയാ മലയുടെ മുകളിലേക്ക് കയറുകയാണ്. മോറിയാ മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അബ്രാഹം, പിതാവായ അബ്രാഹം ഏകമകനായി ഇസഹാക്കിനെ അവിടെ കിടത്തിയിട്ട് വിറക് വിരിച്ചിട്ട് അതിൻ്റെ മേലെ ബലിയർപ്പിക്കാനായിട്ട് കിടത്തുകയാണ്. ജനേസിസ് ഉൽപ്പത്തി 22:2 നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയാ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. യഹൂദരുടെ വലിയ ഒരു ധാരണയാണ്, വലിയ ഒരു വിശ്വാസ അടിത്തറയാണ് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിൻ്റെ മേലെ ഇട്ടിരിക്കുന്ന ആ സംഗതി. ദഖേദ എന്നാണ് അവർ പറയുന്നത്. അഖേദ, ബന്ധനം, ഇസഹാക്കിൻ്റെ ബന്ധനം. മോറിയായുടെ പ്രത്യേകത ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് രാത്രി കിടന്ന ഉറക്കം വരിക. മോറിയാ മലയിൽ ആദത്തിനെ സൃഷ്ടിച്ച മോറിയാ മല, മനുഷ്യവർഗം പാപം ചെയ്ത മോറിയാ മല, ദൈവത്തിൽ നിന്നും അകന്നുപോയ മോറിയാ മല,
ആ മലയിൽ വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിന്റെ ഏക മകനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് അവനെ കൊണ്ട് തന്നെ വിറകമെടുപ്പിച്ചു കൊണ്ടുപോയി മലമുകളിൽ അവനെ ബന്ധിച്ച് വിറകിന്റെ മേലെ, മരത്തിന്റെ മേലെ കിടത്തിയിരിക്കുന്ന ആ മോറിയ മലയുണ്ടല്ലോ, ആ മോറിയ മലയിലാണ് ദൈവത്തിന്റെ ആദ്യത്തെ ദേവാലയം സൃഷ്ടിച്ചത്. 2 ദിനവൃത്താന്തം 3-ാം വാക്യം. ജെറുസലേമിൽ തൻ്റെ പിതാവായ ദാവീദിന് കർത്താവ് പ്രത്യക്ഷനായ സ്ഥലത്ത് ആലയം പണിയുവാൻ സോളമൻ ആരംഭിച്ചു. മോറിയ പർവ്വതത്തിൽ ജബൂസ്യനായ ഓർനാന്റെ മെതിക്കളത്തിൽ ദാവീദ് കണ്ടുവെച്ച സ്ഥാനത്ത് തന്നെയാണ് ദേവാലയം പണിതത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. യഹൂദ പാരമ്പര്യം അനുസരിച്ചുണ്ടല്ലോ, ബലിയർപ്പണം നടക്കുന്ന ബലിവേദി ഉണ്ടല്ലോ, അത് അബ്രാഹം ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് കിടത്തിയ അതേ സ്ഥലമാണ്. അതേ സ്ഥലത്തായിരുന്നു നന്മതിന്മകളുടെ വൃക്ഷവും നിന്നിരുന്നത്. മരം നിന്നിരുന്ന് ആ സ്ഥലത്തിനു മേലെ അബ്രാഹം ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് കിടത്തിയ, ഇസഹാക്കിനെ ബലിയർപ്പിക്കുന്നതിന് പകരം കുഞ്ഞാടിനെ ബലിയർപ്പിച്ചിട്ട് പിതാവും മകനും കൂടെ ഇറങ്ങിപ്പോയ ആ മോറിയ മലയിൽ അതേ സ്ഥലത്ത് സോളമൻ കർത്താവിൻ്റെ ആലയം പണിതു. എന്നിട്ട് ബലിയർപ്പിക്കാനായിട്ട് അബ്രാഹം ഇസഹാക്കിനെ കിടത്തിയ അതേ സ്ഥലത്ത് വിശുദ്ധ മന്ദിരത്തിലെ ബലിപീഠവും പണിതു. ആ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇനി ഈ മോറിയ മലയിൽ തന്നെ തൊട്ടടുത്ത മരം വരികയാണ്. ഏതാ മരം? ക്രിസ്തുവിനെ തൂക്കിയിട്ടിരിക്കുന്ന മരം. ജെറുസലേമാണ് മോറിയ. ആ കണക്ഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്രപഞ്ചത്തിന്റെ ആരംഭം, മനുഷ്യവർഗത്തിന്റെ ആരംഭത്തിൽ തുടങ്ങിയ മോറിയ, മനുഷ്യവർഗത്തിന്റെ നാശം കണ്ട മോറിയ, വിശ്വാസികളുടെ പിതാവ് വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ ബലിയർപ്പിക്കാനെത്തിയിട്ട് മകന് പകരം ആടിനെ ബലിയർപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയ മോറിയ, ആ മലയിൽ തന്നെ, അവിടെ ഒരു മരത്തിന്റെ മുകളിൽ തന്നെ ആദ്യപിതാവായ ആദത്തിന്റെ പ്രതീകമായി നിന്നുകൊണ്ട് ഈശോ ബലിയർപ്പിച്ച് പാപങ്ങൾ മോചിക്കണമായിരുന്നു എന്നുള്ളത് ദൈവത്തിന്റെ തിരിഹിതമായിരുന്നത് കൊണ്ട് ഒരക്ഷരം പോലും, ഒരു വള്ളി പോലും മാറാതെ ആ മഹാത്ഭുതം അവിടെ സംഭവിച്ചു. മോറിയ മല. ഫുൾട്ടൻ ജേഷീൻ വളരെ മനോഹരമായിട്ട് ഇസഹാക്കിനെയും കൊണ്ട് അബ്രാഹം ബലിയർപ്പിക്കാൻ പോകുന്ന ആ രംഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എത്ര രസകരമാണെന്നറിയാമോ അത്? മല ഇങ്ങനെ കയറിപ്പോവുകയാ. അപ്പൊ കയറിപ്പോകുന്ന സമയത്ത് കുഞ്ഞ് പിതാവിനോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്. പിതാവേ, നമ്മുടെ ഈ വിറകൊണ്ട്, തീയുണ്ട്, എല്ലാം ഉണ്ട് നമ്മുടെ അടുത്ത്, ബലിയർപ്പിക്കാനുള്ള ആടെവിടെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ കൊച്ച് നിഷ്കളങ്കതയിൽ ചോദിക്കുക. അബ്രാഹം എന്താ പറയുക? മറുപടി പറയുക. അബ്രാഹത്തിന് അറിയാം ബലിയർപ്പിക്കാനിരിക്കുന്ന ആടേതെന്ന്. അബ്രാഹത്തിന് കൃത്യമായിട്ട് അറിയാം. ബലി അർപ്പിക്കപ്പെടാനിരിക്കുന്ന ആടാ ചോദിക്കുന്നത്, എവിടെ ആട് എന്ന്. പോകുന്ന സമയത്ത് അബ്രാഹം പറയുന്ന വാക്കെന്താണെന്നറിയോ? മറുപടി, ദൈവം തരും മകനെ, ദൈവം തരും മകനെ. ഫുൾട്ടൻ ജേഷീൻ പറഞ്ഞു, അന്ന് മോറിയായുടെ താഴ്വരകളിൽ മുഴങ്ങിക്കേട്ട ആ ശബ്ദമുണ്ടല്ലോ, ആടെവിടെ എന്നത്. പിന്നീട് നൂറ്റാണ്ടുകൾ ലോകത്തിലെ എല്ലാ മലത്താഴ്വരകളിലും മുഴങ്ങിക്കേട്ടു ആ ശബ്ദം, ബലിക്കുള്ള ആടെവിടെ, ബലിക്കുള്ള ആടെവിടെ എന്ന്. അവസാനം ദൈവം നൽകി. ദൈവം നൽകും മകനെ എന്ന് അബ്രാഹം പറഞ്ഞ ആടിനെ ദൈവം തന്നെ നൽകി. അബ്രാഹത്തിന്റെ മകനെ കൊല്ലാൻ അനുവദിക്കാത്ത ദൈവം നമുക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി തൻ്റെ മകനെ കൊല്ലാനായിട്ട് വിട്ടുകൊടുത്തു. അങ്ങനെ ആദം പാപം ചെയ്ത മോറിയായില് വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിന് സ്വന്തം മകനെ ബലിയർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകാതിരുന്ന മോറിയായില് സ്വന്തം മകനെ പിതാവായ ദൈവം ബലിയർപ്പിച്ചു. മോറിയ എന്ന് പറയുന്നത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരതിനെ കോസ്മിക് സെന്റർ എന്നാണ് വിളിക്കുന്നത്. അതായത് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്നാണ് മോറിയായി വിളിക്കുന്നത്. അതിനെ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് വിളിച്ചില്ലെങ്കിൽ പിന്നെ ഏതിനെയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് വിളിക്കുന്നത്? ആദം സൃഷ്ടിക്കപ്പെട്ട സ്ഥലം, ഏദന്റെ മധ്യം, അതാണ് മോറിയ എന്ന് പറയുന്നത്. അബ്രാഹം ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് കൊണ്ടുപോയ സ്ഥലം, സോളമൻ ദേവാലയം നിർമ്മിച്ച സ്ഥലം, അവസാനം കുരിശു നാട്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ തറച്ച സ്ഥലം മോറിയ. കുറേ പാരമ്പര്യങ്ങളുണ്ട്. ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് എസ്കറ്റോളജിക്കലായിട്ടുള്ള കുറേ സംഗതികളുണ്ട്. യുഗാന്ത്യം സംബന്ധിച്ച കുറേ കാഴ്ചപ്പാടുകളുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, കാരണം അത്ര വലിയ സംഗതിയാണത്. ക്രിസ്ത്യൻ ടൈപ്പോളജിയിൽ ഗോൽഗോത്തയും ഈദനും, ഏദൻ തോട്ടവും ഗോൽഗോത്തയും ഒരു നാണയത്തിൻ്റെ ഇരുപുറങ്ങൾ എന്ന രീതിയിലാണ് ക്രിസ്ത്യൻ ടൈപ്പോളജിയിൽ കാണുന്നത്. ഇനി കുറച്ചുകൂടെ നമ്മൾ കാണാതിൻ്റെ ഹോസിയ 6:2, 2 ദിവസത്തിന് ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും.
മൂന്നാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും. ഞാനിപ്പോൾ ഈ പറയുന്ന ഈ വാചകങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ പോയിട്ടൊന്ന് വായിച്ചു നോക്കണം. കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന സാധനമാണ്. അതിന് മുമ്പ് പറഞ്ഞു പോകുന്ന കാര്യങ്ങളും അതിനുശേഷം പറഞ്ഞു പോകുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ വെട്ടിച്ചില്ല് പോലെ ഒരു വാചകം ഇതിൻ്റെ അകത്തേക്ക് വന്ന് വീഴുകയാണ്, ഒരു കോണ്ടെക്സ്റ്റും ഇല്ലാതെ. ഞാൻ ഇന്ന് ഈ ദിവസങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ നോക്കിയാൽ 99% കോണ്ടെക്സ്റ്റ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞാൽ അതിങ്ങനെ ഒരു ബിൽഡ് ചെയ്ത് വന്നിട്ട് ഒരു വാക്കിലേക്ക് വരുന്നതല്ല, അറിയാതെ അങ്ങ് വന്നു പോവുകയാണ്. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ നാവിലേക്ക് ഇട്ടുകൊടുത്തതാ. ദുഷ്ടനായ കയ്യാഫാസിന്റെ നാവിലേക്ക് ഇട്ടുകൊടുത്തതുപോലെ തന്നെ കർത്താവിൻ്റെ പ്രവാചകന്മാരുടെ നാവിലേക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇട്ടുകൊടുത്തതാ. കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്ത ടൈപ്പോളജി, യോന 3 ദിവസം മത്സ്യത്തിൻ്റെ ഉള്ളിലായിരുന്നു. അതൊരു വിശദീകരണം ആവശ്യമില്ലല്ലോ. യോന 3 ദിവസം മത്സ്യത്തിനുള്ളിലായിരുന്നു. യോന 3 ദിവസം മത്സ്യത്തിനുള്ളിലായിരുന്നതുപോലെ തന്നെ അതേ അടയാളമാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നതൊക്കെ ക്രിസ്തു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം ഒന്നാമത്തെ നമ്മുടെ സെഷൻ കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ വന്ന് വളരെ സങ്കടപ്പെട്ട് ചോദിച്ച ഒരു ചോദ്യമായത്, ഈശോ 3 ദിവസം ഖബറിൽ കിടന്നില്ലല്ലോ എന്നുള്ളത്. സങ്കടമായിപ്പോയി. കാരണം ഒരു പ്രവചനം തെറ്റിപ്പോയില്ലേ, 3 ദിവസം ഖബറിൽ കിടന്നില്ലല്ലോ എന്നുള്ളത്. എന്താ അതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. യഹൂദരെ സംബന്ധിച്ച് നമ്മൾ കണ്ടല്ലോ യഹൂദരുടെ ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ് എന്ന്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഡേ ആൻഡ് എ പാർട്ട് ഓഫ് എ ഡേ ഈസ് എ ഹോൾ ഡേ, അങ്ങനെയാ പറയുക. അതായത് ഒരു ദിവസത്തിൻ്റെ ഏറ്റവും ചെറിയ ഭാഗവും ഒരു ദിവസമായിട്ട് അവർ കണക്കാക്കുക. ഒരു ഉദാഹരണം പറയാം. ഞാൻ 23-ാം തീയതി വൈകുന്നേരം 5 മണിക്ക്, വൈകുന്നേരം 5 മണി എന്ന് പറഞ്ഞാൽ ദിവസം കഴിയാകുമ്പോൾ 1 മണിക്കൂറല്ലേ ഉള്ളൂ, വൈകുന്നേരം 5 മണിക്ക് സുഖമില്ലാതെ ആശുപത്രിയിലായി. 23-ാം തീയതി വൈകുന്നേരം 5 മണിക്ക്. 24-ാം തീയതി മുഴുവൻ ഞാൻ ആശുപത്രി കിടന്നു. 25-ാം തീയതി രാവിലെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ആകെ ഞാൻ ആശുപത്രിയിൽ കിടന്നത് 26 മണിക്കൂർ. ഞാനൊരു യഹൂദനാണെങ്കിൽ ആശുപത്രിയിൽ എത്ര ദിവസം കിടന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും 3 ദിവസം ആശുപത്രിയിലായിരുന്നു. കാരണം എന്താ? പാർട്ട് ഓഫ് എ ഡേ ഈസ് എ ഡേ. യോന 3 ദിവസം കിടന്നു പറയുമ്പോൾ നമ്മളിങ്ങനെ 24 പ്ലസ് 24 പ്ലസ് 24 അങ്ങനെ ഒന്നും കൂട്ടണ്ട. 26 മണിക്കൂർ കിടന്നാൽ, 26 മണിക്കൂർ വേണ്ട, ഒരു മിനിറ്റ് കിടന്നാൽ, ഒരു ദിവസം കഴിഞ്ഞ ഒരു മിനിറ്റ് കിടന്നാൽ അത് അടുത്ത ദിവസമാണ് യഹൂദർക്ക്. ഇതാണ് ഈ 3-ാം നാൾ എന്ന് നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പൊ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതിനകത്ത് ഈ ദിവസങ്ങൾ കൂട്ടി വന്നപ്പോൾ എവിടെ പോയി ഇതിനിടയ്ക്ക് 2 ദിവസം എന്ന് ആലോചിച്ചിട്ടില്ലേ? ഇനി ആലോചിക്കരുത്. ഈസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ആ പരിസമാപ്തിയിലേക്ക് വരികയാണ്. ബലികളുടെ പൂർത്തീകരണവും ആദ്യ ഫലങ്ങൾ, അതൊന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാ ബലികളുടെയും പൂർത്തീകരണമാണ് നമ്മൾ ഇനിയും പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഈശോ ഉദ്ധാനം ചെയ്യുന്ന സമയത്ത് ദേവാലയത്തിൽ ഒരു പൂജ നടന്നുകൊണ്ടിരിക്കുക, ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുക. എന്താണ് ആ ഉത്സവം? ആദ്യ ഫലങ്ങളുടെ തിരുനാള്. നമ്മൾ പറഞ്ഞല്ലോ, നൂഫ് പുരോഹിതൻ ആദ്യം കൊയ്ത കറ്റ, ഏറ്റവും ആദ്യത്തെ ഇസ്രയേലിൽ ഏറ്റവും ആദ്യം കൊയ്ത കറ്റ ദേവാലയത്തിലെത്തും. എന്നിട്ട് ആ കറ്റ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് വീശും. ആ വീശുന്ന സമയത്ത് ഇതുവരെയും ഫലം നൽകാതെ പാതാളങ്ങളിൽ ആയിരക്കണക്കിന് കറ്റകൾ കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഏറ്റവും ആദ്യത്തെ ഫലമായ ക്രിസ്തു പാതാളം തകർത്ത് ഉദ്ധാനം ചെയ്ത് അവൻ കബറിടത്തിൽ നിന്ന് പുറത്തേക്ക് വരിക. ആ സിംബോളിസം നോക്കിയാൽ നിങ്ങൾ. പാപത്തിന്റെ ഈജിപ്തിൽ നിന്നും പെസഹ മോചനം നൽകിയെങ്കിൽ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും അവൻ സകല ആത്മാക്കൾക്കും മോചനം നൽകുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാള്, പാപത്തിന്റെ കറ നീക്കിക്കളയുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാള്. ഇതിനിടയ്ക്ക് വേറൊരു രസകരമായ ഒരു കണക്ഷൻ കൊണ്ട് യോഹന്നാന്റെ സുവിശേഷം ഉണ്ടല്ലോ. നമ്മൾ മലയാള ട്രാൻസ്ലേഷൻ വായിച്ചു പോകുമ്പോൾ മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാന്റെ ഒക്കെ സുവിശേഷം തമ്മിലൊരു വ്യത്യാസവും കാണുകയില്ല. പക്ഷെ നിങ്ങൾ നല്ലൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എടുത്ത് നോക്കണം. യോഹന്നാന്റെ സുവിശേഷം അത് ഗദ്യമല്ല, അത് യഥാർത്ഥത്തിൽ പദ്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം അത് പദ്യത്തിൽ വളരെ തീവ്രമായ, വളരെ ആഴമേറിയ, സൈദ്ധാന്തികങ്ങളായ, ഫിലോസഫിക്കലായിട്ടുള്ള പ്രസ്താവനകളാണ് യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ. സാധാരണഗതിയിൽ ഈ ബൈബിൾ പഠന ക്ലാസ്സുകളിൽ ആരും യോഹന്നാന്റെ സുവിശേഷം വെച്ച് തുടങ്ങുകയില്ല. തുടങ്ങിയാൽ പെട്ടു, അത്ര ആഴമാണ്. ഒരു നല്ല എക്സിജസ്റ്റ്, ഒരു ബൈബിൾ പഠിപ്പിക്കുന്ന ആള്, നല്ല കഴിവുള്ള ഒരുവൻ യോഹന്നാന്റെ സുവിശേഷം പഠിപ്പിച്ചുകൊണ്ട് ബൈബിൾ പഠനം തുടങ്ങിയാൽ അവൻ മരിച്ചാലും ആ പഠനം തീരുകയില്ല. കാരണം അത്ര ആഴമുള്ളതാണ് യോഹന്നാന്റെ സുവിശേഷം. അതുകൊണ്ട് ആരും അത് തൊടുകയില്ല.
എല്ലാവരും മത്തായി, മർക്കോസ്, ലൂക്കാസിലൊക്കെ ഇട്ട് ഇങ്ങനെ കറങ്ങുകയുള്ളൂ. അത്ര ആഴമാണ് യോഹന്നാൻ്റെ സുവിശേഷം. ഈ യോഹന്നാൻ്റെ സുവിശേഷൻ്റെ ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 1 മുതലുള്ള ആ വാക്യങ്ങളുണ്ടല്ലോ, 6 വാക്യങ്ങൾ. ഈ വാക്യങ്ങൾക്ക് വളരെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ. അതില്ലേ, ഏറ്റവും അധികം പൈശാചിക ബന്ധനങ്ങളൊക്കെ അഴിയുന്ന വാക്കുകളാണത്. അത് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രഹസ്യങ്ങളെയും ഈ 3 or 4 വാക്കുകളിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ്. അത് വലിയൊരു എക്സോസിസവും കൂടിയാണത്. ഏതായാലും ഉൽപ്പത്തിയുടെ ആദ്യത്തെ വാക്കെന്താണ്? ആദിയിൽ. അതിൻ്റെ മലയാളത്തിൽ എഴുതിയപ്പോൾ അവരെഴുതിയതാണ് ഉൽപ്പത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. ഉൽപ്പത്തിയിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഉൽപ്പത്തിയിൽ എന്ന്. വിശുദ്ധ ഗ്രന്ഥത്തിലെ പേരുകൾ നമ്മൾ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും യഹൂദർ അങ്ങനെയല്ല പറയുക. അവർ ആ പുസ്തകത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ 1-ാം വാക്കാണ് അവർ ആ പുസ്തകത്തിൻ്റെ പേര് പറയുക. അപ്പോൾ യഹൂദരെ ഹെബ്രായ ഭാഷയിലെ, ഹെബ്രായ ബൈബിളിലെ 1-ാമത്തെ പുസ്തകത്തിൻ്റെ പേര് ബെറേഷിത്ത് എന്നാണ്. ബെറേഷിത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആദിയിൽ. ഈ ബെറേഷിത്ത് തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം എങ്ങനെയാണ് തുടങ്ങുന്നത്? ബെറേഷിത്ത്, ആദിയിൽ. എന്താ യോഹന്നാൻ അവിടെ ശ്രമിക്കുന്നത്? ഇതൊന്നും ഒന്നിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന സംഗതിയല്ല. പുതിയ ഉടമ്പടി പഴയ ഉടമ്പടിയുമായി വല്ലാതെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കും, ഈ പഴയ നിയമത്തിലെ ദൈവം അങ്ങനെ ശരിക്ക് ക്ലച്ച് പിടിക്കാത്തത് കൊണ്ട് കുറച്ചുകൂടെ നന്നാക്കി എഴുതിയ സാധനമാണ് പുതിയ നിയമം. അങ്ങനെയല്ല, പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്. അതുകൊണ്ട് യോഹന്നാൻ കണക്ട് ചെയ്യുക. ബെറേഷിത്ത്, ഉൽപ്പത്തി 1:2. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ഈശോ കല്ലറയിൽ കിടക്കുമ്പോഴോ? യോഹന്നാൻ്റെ സുവിശേഷം മഗ്ദലേന ഈശോയെ കാണാൻ പോകുന്ന ആ രംഗം യോഹന്നാൻ വിശദീകരിക്കുക. ആഴ്ചയുടെ 1-ാം ദിവസം, ഈ ആഴ്ചയുടെ എന്നുള്ളത് 2-ാമതാണ് വരിക. 1-ാം ദിവസം ആ എഴുതി വരുമ്പോൾ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിലേക്ക് എന്നു. ഇരുട്ടായിരിക്കുമ്പോൾ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ സമയത്ത്, എല്ലാം കാക്കഫിഡി ആയിട്ട് കിടക്കുന്ന സമയത്ത്, എല്ലാം രൂപരഹിതമായി കിടക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് ജലത്തിൻ്റെ മേലെ ചരിച്ചുകൊണ്ടിരുന്നു. അവിടെ വെച്ചാണ് ദൈവം ലോകത്തിന് രൂപം നൽകിയത്, പ്രപഞ്ചത്തിന് രൂപം നൽകിയത്. ഈശോ മരിച്ചു കിടക്കുന്ന ഈ രാത്രിയിൽ സകലവും ഇരുട്ട് മൂടിക്കിടക്കുന്നിടത്ത് പ്രഭാതത്തിൽ ഇരുട്ട് ആയിരിക്കുമ്പോൾ തന്നെ മറിയം ഈശോയെ കാണാൻ ചെന്നു. ഈ കണക്ഷൻ, ഞാൻ സമയം കടന്നു വേണ്ട, ഒരു വാച്ചും ഇല്ല, അത് കാരണം മനഃപൂർവ്വം വാച്ച് എടുക്കായിരുന്നു. കാരണം വെച്ചാൽ ലേറ്റായി എന്ന് പറയുമല്ലോ. നമുക്ക് പെട്ടെന്ന് പോകാം അടുത്ത ഭാഗത്തേക്ക്. ക്രിസ്തുവിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് ഒരു 2 വാചകങ്ങൾ നമ്മൾ പറഞ്ഞില്ല എങ്കിൽ സാറിന് കേൾക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് പറയാം. ഈ 4 സുവിശേഷങ്ങളിലും പറയുന്നുണ്ട് പുതിയ കല്ലറ, പുതിയ കല്ലറ എന്ന് 4 സ്ഥലത്തും പറയുന്നുണ്ട്. അതായത് ഇതുവരെ ആരെയും അടക്കിയിട്ടില്ലാത്ത ഒരു കല്ലറയിലാണ് ഈശോയെ അടക്കിയത്. യോഹന്നാൻ്റെ സുവിശേഷം 19:41-42. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. യഥാർത്ഥത്തിൽ ഈശോയെ കുരിശിൽ തറച്ചു എന്ന് നമ്മൾ കരുതുന്ന സ്ഥലവും കല്ലറയും തമ്മിൽ വെറും 33 മീറ്ററിൻ്റെ ദൂരമേ ഉള്ളൂ. ശരിക്കും സെപ്പൽക്കർ പള്ളിയിൽ തന്നെയാണ് ഇത് രണ്ടും അത്ര ദൂരമേ ഉള്ളൂ. 100 അടി ദൂരമേ ഉള്ളൂ ഇത് തമ്മിൽ, ഒരേ സ്ഥലത്ത്. ദൂരേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എന്താ ദൂരേക്ക് കൊണ്ടുപോയാലുള്ള പ്രശ്നം? സാപത്തായ ലംഘനമാണ്. ഈശോയെ അടക്കി, അതൊരു രസകരമായ സംഗതി, അത് വേണം പെട്ടെന്ന് പറഞ്ഞു. ഈശോയെ അടക്കിയിരിക്കുന്ന ഈ സ്ഥലത്തിന് മേലെ അവിടെ ഒരു ചെറിയ ദ ഷ്രൈൻ എന്ന് പറയും. ലോകത്തിലാകെ ഒരു ഷ്രൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കുരിശുപള്ളി എന്നൊക്കെ പറയുന്ന പോലെ. ലോകത്തിലാകെ ഒരു കുരിശുപള്ളിക്ക് ദ ഷ്രൈൻ എന്ന് പറയുള്ളൂ. അത് ഈശോയുടെ കബറത്തിന് ഇവിടെയുള്ള ഷ്രൈനാണ് പറയുക. ആ സ്ഥലത്തിന് ലത്തീൻ ഭാഷയിൽ പറയുന്ന ഇഡിക്കുള എന്നാണ് പറയുക. ഇഡിക്കുള കേട്ടിട്ടുള്ള അങ്ങനെ ഒരു പേര്. എൻ്റെ അർത്ഥം ഇതാ. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഇതുവരെ ആരെയും അടക്കിയിട്ടില്ലാത്ത ഒരു കബറിടം. ഈ കബറിടം എന്ന് പറയുന്നതുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ക്രൈസ്തവ മിസ്റ്റിസിസം അനുസരിച്ച് കബറിടം എന്ന് പറയുന്നത് ഒരു ഗർഭപാത്രമാണെന്നാണ് പറയുക. കാരണം മരണം എന്ന് പറയുന്നത് മരണമല്ല, യഥാർത്ഥത്തിൽ അതൊരു ജനനമാണ്. അവൻ മനുഷ്യനായി വന്നത് ഇതുവരെ ആരും കിടന്നിട്ടില്ലാത്ത ഒരു ഗർഭപാത്രത്തിലൂടെ. വെർജിൻ വൂം, വെർജിൻ ടൂം എന്നാ പറയുക. കന്യകാത്വമുള്ള ഗർഭപാത്രവും കന്യകാത്വമുള്ള ടൂമും കബറിടവും, അങ്ങനെയാണ് ഈശോയെക്കുറിച്ച് പറയുക. ഈ കബറിടം ആരുടെ ആയിരുന്നു നമുക്കറിയാമല്ലോ, ജോസഫ് അരിമത്തയായുടെ. ജോസഫ് അരിമത്തയായെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പറയാനുണ്ട്. ചില പാരമ്പര്യങ്ങൾ അനുസരിച്ച്
മാതാവിൻ്റെ അപ്പനും അമ്മയും യോവാക്കീം അന്ന പുണ്യവാന്റെയും പുണ്യവതിയുടെയും ഒരു അടുത്ത ബന്ധുവായിരുന്നു ജോസഫ് അരിമത്തയ. അതിസമ്പന്നനായ മനുഷ്യനായിരുന്നു, സെൻഹദ്രീനിലെ അംഗമായിരുന്നു, വളരെ ബഹുമാന്യനായ ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കപ്പലുകൾ മധ്യധരണിയാഴിയിൽ കൂടി ആ കാലഘട്ടത്തിൽ 100 കണക്കിന് കപ്പലുകൾ സ്പെയിനിലേക്കും ഇംഗ്ലണ്ടിലേക്കും വ്യാപാരത്തിന് പോയി. ദിവസവും പോയി റോമിലേക്ക് കുറേ കപ്പലുകൾ പോകുന്നു, കുറേ കപ്പലുകൾ തിരിച്ചു വരുന്നു. അങ്ങനെ അതിസമ്പന്നനായ മനുഷ്യനായിരുന്നു, രാജാക്കന്മാരുടെ സുഹൃത്തായിരുന്നു. ഈ മനുഷ്യൻ സെൻഹദ്രീനിലെ വിശ്രന്തത്തിൽ പറയുന്നുണ്ട്, പ്രോത്തോയ് വെങ്കേലിയത്തിലൊക്കെ പറയുന്നുണ്ട്, യാക്കോബിൻ്റെ ആദിമ സുവിശേഷം എന്ന് പറയുന്നത് പ്രോത്തോയ് വെങ്കേലിയം, അതിനകത്തൊക്കെ പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അത് വിശദീകരണത്തിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. പ്രോത്തോയ് വെങ്കേലിയത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. യോവാക്കീം അന്ന ദമ്പതികൾ അരിമത്തയ ജോസഫിനെ പോലെ തന്നെ അതിസമ്പന്നരായ ഒരു ദമ്പതികളായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല, ഒരു വലിയ വിഷമത്തിലായിരുന്നു. അങ്ങനെ വാർദ്ധക്യത്തിൽ സാറായിക്കും അബ്രഹാമിനും ഒരു കുഞ്ഞുണ്ടായതുപോലെ അവരുടെ വാർദ്ധക്യത്തിലുണ്ടായതാണ് മാതാവ്. അപ്പോൾ ഈ സന്തോഷം കൊണ്ട് ഇവർ 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, അവരുടെ ഈ അതിസമ്പത്ത് മുഴുവൻ, മാതാവിന് 3 വയസ്സായപ്പോഴേക്കും ഇവരുടെ ഈ വലിയ സമ്പത്ത് മുഴുവൻ ദേവാലയത്തിന് ദാനം ചെയ്ത് മാതാവിനെയും ദേവാലയത്തിൽ കൊണ്ടുപോയി പ്രധാന പുരോഹിതൻ്റെ സംരക്ഷണത്തിലേർത്തു. അതുകൊണ്ടാണെന്നാണ് പറയുന്നത് മാതാവ് ഈ ദൈവശാസ്ത്രമൊക്കെ പഠിച്ചത്. അതുകൊണ്ടായിരിക്കണമെന്നില്ല, ഏതായാലും അങ്ങനെയാണ് പാരമ്പര്യം. അപ്പം 3-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വളർന്നു. പിന്നെ വിവാഹപ്രായം വരെ ദേവാലയത്തിലായിരുന്നു വളർന്നത്. അതൊക്കെ നമുക്കറിയാമല്ലോ. അവിടുന്ന് ഈ 3-ാമത്തെ വയസ്സിൽ മാതാവിനെ കൊണ്ടുവന്ന് ദേവാലയത്തിൽ സമർപ്പിക്കുന്ന അതിനെയാണ് സമർപ്പണ തിരുനാളെന്ന് പറഞ്ഞത്. മാതാവിൻ്റെ സമർപ്പണ തിരുനാളെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നവംബർ 21 ആഘോഷിക്കുന്നത് 3-ാമത്തെ വയസ്സിൽ മാതാവിനെ കൊണ്ടുപോയിട്ട് സമർപ്പിക്കുന്നതിൻ്റെ. പിന്നെ ഒരു വാക്ക് പറയാൻ വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞേ, അതായത് അരിമത്തയ ജോസഫ് വലിയ സമ്പന്നനാണെന്ന് പറഞ്ഞല്ലോ. ഈ അരിമത്തയ ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, അതിതാണ് ധൈര്യപൂർവം. ധൈര്യപൂർവം എന്ന് പറയുന്നുണ്ട്. എന്താ ധൈര്യപൂർവം ചെയ്തത്? അതിനാൽ വൈകുന്നേരമായപ്പോൾ അരിമത്തയാക്കാരനായ ജോസഫ് ധൈര്യപൂർവം പീലാത്തോസിനെ സമീപിച്ചു. അവനോ ആലോചനാ സംഘത്തിലെ ബഹുമാന്യനായ ഒരു അംഗവും ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. സദുക്കായർക്ക് പ്രതീക്ഷയില്ല എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ മനസ്സിലാക്കണം കേട്ടോ. അവൻ പീലാത്തോസിന്റെ അടുത്തെത്തി യേശുവിന്റെ ശരീരം ചോദിച്ചു. പീലാത്തോസ് ഞെട്ടിപ്പോയി. ഇത്ര പെട്ടെന്ന് മരിച്ചോ എന്നൊക്കെ ചോദിച്ചു. ഇനി മർക്കോസ് 15:46, ജോസഫ് ഒരു തുണി വാങ്ങി അവനെ താഴെ ഇറക്കി അതിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയൊരുക്കിയ കല്ലറയിൽ അവനെ സംസ്കരിക്കുകയും കല്ലറയുടെ വാതിൽക്കൽ ഒരു കല്ല് ഉരുട്ടി വയ്ക്കുകയും ചെയ്തു. മത്തായി 27:60, പാറയിൽ വെട്ടിയുണ്ടാക്കിയ തൻ്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ച് കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് അവൻ പോയി. POC ബൈബിളിൽ ഒരു തുണി വാങ്ങി എന്നാണ് പറയുന്നതെങ്കിൽ വളരെ കൃത്യമായിട്ട് ആദിമകൃതികളിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ലിനൻ വസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലിനൻ വസ്ത്രം. ഈ ലിനൻ വസ്ത്രം എന്ന് പറയുന്നത് സാധാരണ വസ്ത്രമൊന്നുമല്ല. തൂറിൻ തിരുക്കച്ചയെ കുറിച്ചുള്ള വീഡിയോ കണ്ട ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. അതിനകത്ത് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പം പിന്നെ അത് ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല. ഈശോയെ പൊതിഞ്ഞ ആ ലിനൻ കച്ച എന്ന് പറയുന്നത് ഒരു സാധാരണ തുണിയല്ല. മസാദ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇസ്രയേലിൽ. ഈ മസാദ എന്ന് പറയുന്നത് ജെറൂസലേം കഴിഞ്ഞാൽ യഹൂദ യോദ്ധാക്കൾ ഏറ്റവും അധികം റോമിനെതിരായിട്ട് യുദ്ധം ചെയ്ത സ്ഥലമാണ് മസാദ എന്ന് പറയുന്നത്. ഈ മസാദയിലാണ് യസീനുകൾ എന്ന് പറയുന്ന സന്യാസികൾ ജീവിച്ചിരുന്നത്. അവർ റോമാക്കാരുടെ വാളിനിരയാകുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ ജീവിതചര്യയായിരുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തി വയ്ക്കുകയാണ് അവരുടെ തൊഴിൽ. അപ്പോൾ 10,000-കണക്കിന് വിശുദ്ധ ഗ്രന്ഥങ്ങൾ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ നശിക്കാതിരിക്കാൻ വേണ്ടി അവിടെയുള്ള മലകളിലെ ഗുഹകളിൽ കൊണ്ടുപോയി കുടങ്ങളിലാക്കി അവരത് അടച്ചു വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ അവിടുത്തെ മധ്യവസ്ഥ കാലാവസ്ഥ എന്താണ് എന്ന്. മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ പാപ്പിറസ് ഉണ്ട്, മൃഗങ്ങളുടെ തോലുണ്ട്, അങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് നശിച്ചു പോകാതെ അവിടെ അവശേഷിച്ചു. ഇതിനെയാണ് നമ്മൾ ചാവുകടൽ ചുരുളുകൾ എന്നിപ്പോൾ പറയുന്നത്. 1956 മുതൽ കണ്ടുപിടിച്ച 1000-കണക്കിന് ആ ബൈബിൾ ഗ്രന്ഥങ്ങൾ. ഈ ബൈബിൾ ഗ്രന്ഥങ്ങൾ ബൈബിൾ സംബന്ധമായ പഠനങ്ങളിൽ വലിയ വെളിച്ചം വീശിയ. നിങ്ങളുടെ ബൈബിൾ നിങ്ങൾ വെട്ടിത്തിരുത്തിയതാന്നൊക്കെ പറയുന്നില്ലേ ആൾക്കാർ? കേട്ടിട്ടില്ലേ അങ്ങനെ? ബൈബിൾ മുഴുവൻ വെട്ടിത്തിരുത്തിയതല്ലേ എന്ന് ചോദിച്ചേ. ഇതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ക്രിസ്തു മരിച്ചതിന് തൊട്ട് ശേഷമാണ് ഈ സ്ഥലം 70 AD 68 മസാഡ ഇല്ലാതെയാകുന്നത് റോമാക്കാരുടെ ആക്രമണത്തിൽ. അതിനു മുമ്പേ അവരവിടെ ഗുഹകളിൽ അടച്ചു വെച്ചിരുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങൾ അതെല്ലാം ഇപ്പം കിട്ടി. അത് അന്നത്തെ പുസ്തകമായിട്ട് യാതൊരു മാറ്റവും ഇല്ല, ഒരു വെട്ടിത്തിരുത്തും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ആകസ്മികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഈ മസാദയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തുണിയുണ്ട്, മസാദ കച്ച എന്നതിന് പറയാം. മസാദ കച്ച. കാലിക്കോ എന്ന് കേട്ടിട്ടില്ലേ? കാലിക്കോ ക്ലോത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കാലിക്കോ എന്ന് പറയുന്നത് അമേരിക്കയിൽ ഏറ്റവും ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു കൈത്തറി തുണിയാണ്.
അതിനെന്താ കാലിക്കോ എന്ന് പറയാൻ കാരണം? അത് കാലിക്കറ്റിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ കാലിക്കോ എന്ന് വിളിക്കുന്നത്. അതുപോലെ മസാദ കച്ച എന്ന് പറയുന്നത് മസാദയിലെ വളരെ പ്രസിദ്ധമായ ഒരു തുന്നൽ രീതി ഉണ്ടായിരുന്നു. വേറെ ലോകത്തിലെങ്ങും, ഇതൊക്കെ ഒത്തിരി വിശദീകരിച്ച ആ വീഡിയോയിൽ പറയുന്നത്, അതിലേക്ക് പോകുന്നില്ല. ഏതായാലും വളരെ വിലയാണ് ഈ കച്ചയ്ക്ക്. ലിനൻ കൊണ്ടുണ്ടാക്കിയ ഒരു തുണിയാണ്. ഇത്രയും വലിയ 14 അടി നീളവും 4 അടിയോളം വീതിയുമുള്ള ഈ വലിയ തുണി കൊണ്ടാണ് ഈശോയെ പൊതിഞ്ഞിരിക്കുന്നത്. ഈ കച്ച മേടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിസമ്പന്നർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. മരിക്കുന്ന സമയത്ത് രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ഒക്കെ വലിയൊരു ആർഭാടമാണ് മസാദ കച്ചയിൽ പൊതിഞ്ഞ് ശവം അടക്കുക എന്നുള്ളത്. രാജാക്കന്മാരെ എങ്ങനെയാണ് അടക്കുന്നത്, ആ രീതിയിലാണ് ഈശോയെ അടക്കിയിരിക്കുന്നത്. മസാദ കച്ച. അതും കഴിഞ്ഞിട്ടില്ല, അടുത്തൊരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. എന്തുകൊണ്ടാണ് ഇവൻ ധൈര്യവാനായിരുന്നു എന്ന് പറയാൻ കാരണം? കുറേ അപകടങ്ങളുണ്ട്. ആ അപകടങ്ങളെ അതിജീവിച്ചതുകൊണ്ട്. മതപരമായ ഒരു അപകടമുണ്ട്. അരിമത്തെയ ജോസഫിന് ഈശോയെ അടക്കാൻ സഹായിച്ചു കഴിഞ്ഞാൽ എന്താ? അയാൾ സെൻഹദ്രീനിലെ അംഗമാണ്. സെൻഹദ്രീനാണ് ഈശോയെ കുരിശിൽ തറയ്ക്കാൻ തീരുമാനിച്ചത്. അന്നവൻ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. പക്ഷെ ഏതായാലും സെൻഹദ്രീൻ തീരുമാനമെടുത്ത്, അവരുടെ സുപ്രീം കോടതി തീരുമാനമെടുത്ത് കൊന്ന ഈ മനുഷ്യനെ സഹായിക്കാനായിട്ട് പോയി കഴിയുമ്പോൾ ഇനി സെൻഹദ്രീനിലെ അയാളുടെ സ്ഥാനം എന്താ? സെൻഹദ്രീനിൽ നിന്ന് റിസൈൻ ചെയ്തതുപോലെയാണത്. മറ്റൊരു പ്രശ്നമുണ്ട്. സാബത്ത് അടുത്തിരിക്കുക. ഈശോ മരിച്ചു കഴിഞ്ഞു. മൃതശരീരം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം? അശുദ്ധനാണ്. അശുദ്ധനാണെങ്കിൽ എന്താ പ്രശ്നം? ആ വർഷത്തെ പാപങ്ങൾ മുഴുവൻ മോചിക്കപ്പെടേണ്ട പെസഹായിൽ പങ്കെടുക്കാൻ പറ്റിയല്ല. ബാക്കി എന്തും സഹിക്കും ഒരു യഹൂദൻ. കാരണം ഇനി ഇവന്റെ ഇതുവരെയുള്ള പാപങ്ങൾക്ക് മോചനം ലഭിക്കേണ്ട പെസഹായിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. തിരുനാളിൽ ഒന്നും പങ്കെടുക്കാൻ സാധിക്കുകയില്ല. രാഷ്ട്രീയപരമായിട്ടും ഒരു അപകടം. എന്താണത്? കുരിശെ തറച്ച് റോമാക്കാരാ. സാധാരണഗതിയിൽ ആരെങ്കിലും കുരിശലൊരുത്തിനെ തറച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അവൻ അവിടെ കിടന്ന് ചത്ത് അവൻ്റെ അസ്ഥികളൊക്കെ താഴെ വീണ് കഴിയുമ്പോൾ ആരും കാണാതെ സുഹൃത്തുക്കൾ ആരെങ്കിലും പോയിട്ട് ആ അസ്ഥികൾ പെറുക്കിയെടുത്ത് കുഴിച്ചിടുക ചെയ്യുക. കാരണം ഏതെങ്കിലും ഒരു റോമൻ പട്ടാളക്കാരൻ കുരിശിൽ തറച്ചിരിക്കുന്നവന്റെ ശരീരം കുരിശിൽ നിന്ന് ആരെങ്കിലും ഇറക്കുന്നത് കണ്ടാൽ അവന്റെ ഗതിയും ഇതാ, കുരിശിൽ. അതുകൊണ്ടാണ് അരിമത്തെയ ജോസഫ് ധൈര്യവാനായിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയ അയാളുടെ ധൈര്യം. ക്രിസ്തുവിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും മരിക്കാൻ തയ്യാറായിക്കൊണ്ട് ക്രിസ്തുവിനോടൊപ്പം ഉണ്ടുറങ്ങിയിരുന്ന, ക്രിസ്തുവിൻ്റെ എല്ലാ ഉപദേശങ്ങളും കേട്ടിരുന്ന അവൻ്റെ സ്നേഹന്മാരും മുഴുവൻ അവനെ ഉപേക്ഷിച്ച സമയത്ത് അതിസമ്പന്നതയുടെ ധാരാളിത്തത്തിലായാലും ഈശോയെ സഹായിക്കേണ്ട ഒരാവശ്യവുമില്ല എന്നും അയാൾ ചെയ്ത്. അരിമത്തെയ ജോസഫിനെ കുറിച്ച് ഒത്തിരി ഐതിഹ്യങ്ങളുണ്ട്. ഇംഗ്ലണ്ടിലൊക്കെ അയാൾ വന്നതിനെക്കുറിച്ചും ഹോളി ഗ്രെയിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. ഹോളി ഗ്രെയിലിനെ കുറിച്ചൊക്കെ ഒത്തിരി ഇതുണ്ട്. അതിലെ ഒരു കാര്യം മാത്രം, നമ്മൾ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു കാര്യം മാത്രം നമ്മൾ പറയാം. ഈശോയെ കുരിശിൽ തറച്ച സ്ഥലത്ത് ഈശോയെ മാത്രമേ കുരിശിൽ തറച്ചിട്ടുള്ളൂ? അല്ല. അതിന് മുമ്പ് ആരെങ്കിലും തറച്ചിട്ടുണ്ടാവുമോ? ഇഷ്ടം പോലെ ആൾക്കാരെ കുരിശിൽ തറച്ചിട്ടുണ്ട്. ഗാഗുൽത്ത എന്ന് പറയുന്നത് ഒരു കൊലക്കളമാണ്. കുറ്റവാളികളെ കൊല്ലേണ്ട സ്ഥലമാണ് ഗാഗുൽത്ത. നമ്മൾ കണ്ടു ഇസ്രയേലിലെ ഏറ്റവും, ഒരുപക്ഷെ റോമാ സാമ്രാജ്യത്തിൽ തന്നെ ഏറ്റവും സമ്പന്നനായ മനുഷ്യനാണ് അരിമത്തെയ ജോസഫ്. നിങ്ങൾക്ക് അത്രയും സമ്പത്തുണ്ടായിരുന്നു എന്നിരിക്കട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി കാലാകാലം നിങ്ങളുടെ കുടുംബത്തിന് അഭിമാനിക്കാവുന്ന ഒരു കല്ലറ നിങ്ങൾ ഉണ്ടാക്കുക. ആ കല്ലറ നിങ്ങൾ എവിടെ ഉണ്ടാക്കും? ഒരു ചുടലക്കളത്തിനടുത്തുണ്ടാക്കുമോ? എന്തുകൊണ്ടായിരിക്കും അരിമത്തെയ ജോസഫ് ഈ കുറ്റവാളികളെ ശിക്ഷിക്കുന്ന സ്ഥലത്തിനടുത്ത് അവൻ്റെ കല്ലറയുണ്ടാക്കിയത്? ഇസ്രയേലിലെ സമ്പന്നന്മാരെല്ലാം കല്ലറകൾ ഉണ്ടാക്കുന്നത് ഒലിവുമലയിലാണ്. അതിനെന്താ കാരണമെന്നറിയാവോ? എന്താ കാരണം? മിശിഹ വരുന്നത് ഒലിവുമലയുടെ മുകളിലാണ്. അവനോടൊന്ന് വിളിക്കുമ്പോൾ കല്ലറകൾ തുറക്കും. മരിച്ചിരിക്കുന്നവരെല്ലാം ഉദ്ധാനം ചെയ്തു വരുന്നു. മിശിഹ വന്ന് നിൽക്കുന്നതിൻ്റെ ഏറ്റവും അടുത്ത് കല്ലറ പണിയാനായിട്ട് പൈസയുള്ളവനൊക്കെ ഏറ്റവും അടുത്ത സ്ഥലം മേടിക്കും. നമുക്ക് സിനിത്തേരി കാണത്തില്ലേ, കൂടുതൽ പൈസയുള്ളവർ അങ്ങ് മേലെ കയറി കല്ലറ ഉണ്ടാക്കുന്നത് പോലെ. പണ്ട് ഞങ്ങൾ തൃശ്ശൂർ നഗരത്തിലുള്ള പള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, വലിയ ഒരു പള്ളിയിൽ ചെന്നു. ഡോക്ടർ ഫിജു പറഞ്ഞു, കാണേണ്ട ഒരു സംഗതിയുണ്ട്, പള്ളിയൊന്നും കാണാൻ കൊള്ളില്ല, വാന്ന് പറഞ്ഞു. കൊണ്ടിന്ന് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, സിമിത്തേരി പൊന്നെ ഒന്ന് കാണേണ്ടതാ. സത്യം ഞാൻ നിങ്ങളോട് പറയട്ടല്ലോ, മരിച്ച് അവിടെ കിടക്കണമെന്ന് തോന്നി എനിക്ക്. അമ്മാതിരി ഒരു സിമിത്തേരി. പൈസയുള്ളവർ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അരിമത്തെയ ജോസഫിനെ പോലെയുള്ള ഒരു സമ്പന്നൻ അവൻ്റെ ശവക്കല്ലറ ഉണ്ടാക്കേണ്ടത് എവിടെയാ? ഒലിവുമലയുടെ ഏറ്റവും മുകളിൽ. മശിഹ മരിച്ചവരെ ഉദ്ധാനം ചെയ്യിക്കാനായിട്ട് വന്നിറങ്ങുന്ന സ്ഥലത്ത്. പക്ഷെ അവൻ എവിടെയാ അവൻ ഈ കല്ലറ ഉണ്ടാക്കിയത്? ഗാഗുൽത്തായോട് ചേർന്ന് വെറും 30 മീറ്റർ മാത്രം മാറി. എന്തുകൊണ്ടായിരിക്കും അത്?
ഐസയ 53:9. അതിങ്ങനെയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഐസയ 53:9. ഐസയ 53 പ്രത്യേകത എന്താ? സഹിക്കുന്ന ദാസൻ. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. ദുഷ്ടരെ കൊല്ലുന്ന ആ സ്ഥലത്തിനും ധനികരുടെ ഇടയിലും അവൻ അടക്കപ്പെട്ടു. ധനികരെവിടെയാ? ഒലിവുമലയിൽ. ദുഷ്ടരെ കൊല്ലുന്നത് എവിടെയാ? ഗാഗുൽത്തായില്. ഇതിന്റെ രണ്ടിന്റെ മധ്യേ അവൻ അടക്കപ്പെട്ടു. ഇതാ ഞാൻ പറഞ്ഞത്, ഐസയ ഒന്നും ആലോചിക്കാതെ പറഞ്ഞു പോയൊരു പ്രവചനമായത്. ഈ പ്രവചനം പൂർത്തീകരിക്കേണ്ടത് ആവശ്യമുണ്ടായിരുന്നുകൊണ്ട് കർത്താവിന്റെ ആത്മാവ് അരിമത്തയ ജോസഫ് എന്ന് പറയുന്ന ലോകത്തിലെവിടെയും തനിക്ക് കബറിടമുണ്ടാക്കാൻ മാത്രം സമ്പത്തുണ്ടായിരുന്ന അരിമത്തയ ജോസഫിനെ കൊണ്ട് കാൽവരിയുടെ തൊട്ടടുത്ത് പെട്ടെന്ന് അവനെ അടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട്, ഒലിവുമലയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ലാത്തത് കൊണ്ട് കാൽവരിയുടെ തൊട്ടടുത്ത് 700 വർഷത്തിന് മുമ്പ് ഐസയ പ്രവാചകനിലൂടെ പ്രവചിച്ച പ്രവചനം പൂർത്തിയാക്കാൻ വേണ്ടി ഒരു കല്ലറയുണ്ടാക്കി കാത്തിരുന്നു ദൈവം. നമ്മളൊന്ന് ആലോചിക്കേ, പ്രവചന പൂർത്തിയാണ് ക്രിസ്തു എന്ന് പറയുന്നതിന്റെ ആ ആഴമൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഖബറടക്കാൻ വേണ്ടി വന്ന അരിമത്യ ജോസഫിനൊപ്പം നമ്മൾ കേൾക്കുന്ന മറ്റൊരു പേരാണ് നിക്കോദേമോസ്. നിക്കോദേമോസിനെ ഫുൾട്ടൻ ജേഷൻ വിളിക്കുന്നത് ഇരുട്ടിന്റെ ശിഷ്യൻ എന്നാണ് വിളിക്കുന്നത്. ഇരുട്ടിന്റെ ശിഷ്യൻ. ഈശോയുടെ ശിഷ്യനായിരുന്നു അവന്. എന്നാൽ അവനെ ഇരുട്ടിന്റെ ശിഷ്യൻ എന്ന് വിളിക്കുന്നത്, എപ്പോ നിക്കോദേമോസ് ഈശോയെ കാണാൻ വന്നാലും ഇരുട്ട് പറ്റിയാവും വരുള്ളൂ. വെളിച്ചത്തിൽ ഒരിക്കൽ പോലും നിക്കോദേമോസ് ഈശോയെ കാണാൻ വന്നിട്ടില്ല. അതുകൊണ്ട് അവനെ ഇരുട്ടിന്റെ ശിഷ്യൻ എന്ന് വിളിച്ചു. യോഹന്നാൻ 19:39. യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദേമോസും അവിടെ എത്തി. ഇപ്പോഴെപ്പോഴാ സമയം? സന്ധ്യയായി. മീറയും സഹിക്കാൻ മേല POC ചില സമയത്ത് കേട്ടോ. ഇത് മീറയും ചെന്നിനായകവും ചേർന്ന് ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചെന്നിനായകം എന്തിനാ? ഒട്ടിച്ച കൈ കെട്ടാനോ? ചെന്നിനായകം എന്നാന്ന് നിങ്ങൾക്കറിയാവോ? ഈ പിള്ളേരുടെ മുലകൂടി നിർത്തുന്ന ആ സാധനം, കയ്പ് ഉള്ള ആ സാധനം, ചെന്നിനായകം. നിക്കോദേമോസ് ചെന്നിനായകം കൊണ്ട് വന്നായിരുന്ന മരിച്ചു കിടക്കുന്ന ഈശോ എഴുന്നേറ്റ് ഓടിയേനെയും. ചെന്നിനായകമൊന്നുമല്ല, പറഞ്ഞുതരാം ഞാൻ പെട്ടെന്ന്. ഇതെന്താണെന്ന് പറയാം അങ്ങനെ പറയാൻ കാരണം, ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്ന സമയത്ത് ശരിക്കും പറഞ്ഞിരിക്കുന്നത് മീറ എന്നുള്ളൊരു മീർ എന്നാ പറയുക. 2 സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവന്നു നിക്കോദേമോസ്. ഒന്ന് മീറ, അടുത്തത് അലോ എന്നാണ് പറയുക. ആലോ. ഉടനെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത സിസ്റ്റർ എഴുതി അലോവേര. അറിയാലോ, അതിൽ നിന്നാണ് ജനിനായകം ഉണ്ടാക്കുന്നത്. കറ്റാർവാഴയായിട്ടേ നിക്കോദേമോസ്. സത്യത്തിൽ എന്താണെന്നറിയാമോ കൊണ്ടുവന്നത്? ഈ അലോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അഗർവൂഡ് എന്ന് പറയുന്ന സാധനം. ഊതെന്ന് കേട്ടിട്ടില്ലേ? ഊതാണ് കൊണ്ടുവന്നത്. ഇതിന് ഭയങ്കര പ്രശ്നമുണ്ട്. എന്തോരോ കൊണ്ടുവന്നത്? 100 റാത്തൽ, 50 കിലോയോളമാണ് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ഇതിന്റെ വില കണക്കൂട്ടാൻ പറ്റുമോ? ബൈബിൾ പണ്ഡിതന്മാരിന്റെ വിലയൊക്കെ കണക്കൂട്ടി നോക്കിയിട്ടുണ്ട്. ഊതിന്റെ വില, അന്നത്തെ അഗർവൂഡിന്റെ വില, അതിന് തുല്യം തൂക്കവും പകുതിയും കൂടെ സ്വർണത്തിന്റെ വിലയാണ്. മനസ്സിലാകുന്നുണ്ടോ? മീറിന്റെ വില, അതിന്റെ തുല്യ തൂക്കം വെള്ളിയുടെ വിലയാണ്. രാജാക്കന്മാരെ അടക്കാൻ രാജാക്കന്മാര് കൊതിക്കുന്ന ശവസംസ്കാരമായിരുന്നു ഈശോയുടേത്. ചിലപ്പോൾ റോമാ ചക്രവർത്തിയെ ചിലപ്പോൾ ഇങ്ങനെ അടക്കമായിരിക്കും. ആ സംഗതിയുടെ കോൺട്രാസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈശോ തന്നെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാ? കുറുനരികൾക്ക് മാളമുണ്ട്, പക്ഷികൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞ മനുഷ്യപുത്രനെ അടക്കാൻ നേരം കൊണ്ടുവന്നത് 100 റാത്തലോളം അലോയും അഗർവുഡും ഊതും മീറയും കൂടിയാണ് കൊണ്ടുവന്നത്. വളരെ രസകരമായ ഒരു കോൺട്രാസ്റ്റും കൂടെ ഞാനിവിടെ കൊണ്ടുവരാം. എന്താണെന്നറിയാമോ? ഈശോ ജനിച്ച സമയത്ത് 3 സംഗതികൾ കൊണ്ടുവന്നായിരുന്നു. എന്തൊക്കെയാ അത്? ഇത് തീരെ പ്രതീക്ഷിക്കാത്തതാ. മാതാവ് നമുക്കറിയാം അതിസമ്പന്നയായിരുന്നു, കുഞ്ഞായിരുന്നു. പക്ഷെ മാതാവ് ഈ സമ്പത്തൊന്നും കണ്ടിട്ടില്ല. ദാരിദ്ര്യത്തിൻ്റെ പരകോടിയിലാണ് മാതാവ് ജീവിച്ചത്. അതിനെക്കുറിച്ച് വിശ്വാസം വളരെ വ്യക്തമായിട്ട് നമുക്ക് സൂചന നൽകുന്നുണ്ട്. ആദിജാതന്മാരെ തിരിച്ചെടുക്കണം, ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചിട്ട് തിരിച്ചെടുക്കണം. എങ്ങനെയാ തിരിച്ചെടുക്കുക? നിന്റെ സമ്പത്തിന്റെ കണക്കനുസരിച്ച് കൊടുത്തിട്ട് വേണം തിരിച്ചെടുക്കാൻ. നല്ല പൈസയുള്ള ഒരു കാളക്കുട്ടിയെ കൊടുക്കും, അത്രയും പൈസ ഇല്ലാത്തവർ ആടിനെ കൊടുക്കും. അങ്ങനെ കൊടുത്ത് ഒന്നുമില്ലാത്തവൻ എന്താണെന്നറിയോ കൊടുക്കുക? ചെങ്ങാലികളെ. ചെങ്ങാലി എന്ന് പറഞ്ഞാൽ ചെറിയ കാട്ടുപ്രാവിനെ, കെണിവെച്ച് പിടിക്കുന്ന കാട്ടുപ്രാവിനെ, വിലയില്ലാത്ത ആ കാട്ടുപ്രാവിനെയാണ് ഈശോയ്ക്ക് പ്രതിഫലമായിട്ട് കൊടുത്ത് ആദിജാതനെ വീണ്ടെടുത്തത്. അതായിരുന്നു മാതാവിന്റെ ദാരിദ്ര്യം. ആ മാതാവിന്റെ അടുത്തേക്കാണ് പൊന്നും മീറയും കുന്തിരിക്കവുമായിട്ട് രാജാക്കന്മാർ വരുന്നത്. ഒട്ടകത്തിന്റെ പുറത്ത്
നമ്മൾ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ നാക്കെ ഉരയ്ക്കാൻ വേണ്ടി എടുത്തു കൊടുക്കുന്ന ആ സ്വർണ്ണമൊന്നുമല്ല, കെട്ടുകണക്കിന് കൊണ്ടുവന്നത്. മാതാവിനത് വേണോ വേണ്ടോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. ഏതായാലും ഇതുപോലെ ഈശോ മരിക്കുന്ന സമയത്തും അമൂല്യങ്ങളായ 3 ഗിഫ്റ്റുകളുമായിട്ടാണ് കൂട്ടുകാർ വന്നിരിക്കുന്നത്. ഒന്ന് മസാദ കച്ച, മറ്റൊന്ന് മീറ, മറ്റൊന്ന് ഊത്. രാജാക്കന്മാർ കൊതിക്കുന്ന, രാജാക്കന്മാരെ അടക്കുന്ന സാധന സാമഗ്രികളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുകൂടാതെ ഒരു കഥാപാത്രത്തെ കൂടെ കാണാതെ നമ്മൾ നിർത്തിയാൽ അത് അനീതിയാണ്. അതുകൊണ്ട് ഫുൾട്ടൻ ജേഷീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫുൾട്ടൻ ജേഷീൻ തന്നെ പറഞ്ഞ് ഒരു വാചകം പറഞ്ഞുകൊണ്ട് തുടങ്ങാം: ഈശോയുടെ കാൽപാദങ്ങളെ സ്നേഹിച്ച മറിയം, ഈശോയുടെ കാൽപാദങ്ങളെ സ്നേഹിച്ച മറിയം. ചില പാരമ്പര്യങ്ങളനുസരിച്ച് അങ്ങ് ഗലീലിയൊരു ശിമയോന്റെ വീട്ടിൽ വെച്ച് കാൽപാദങ്ങൾ, ഈശോയുടെ കാൽപാദങ്ങൾ കണ്ണുനീര് കൊണ്ട് കഴുകി എന്ന് പറയുന്ന ഒരു പാപിനി ഉണ്ടല്ലോ, അത് ചില പാരമ്പര്യം അനുസരിച്ച് മഗ്ദലേന മറിയമാണെന്നാണ് പറയുന്നത്. ഏതായാലും സുവിശേഷകൻ യാതൊരു സംശയവുമില്ലാതെ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 9-ാം വാക്യം, ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു ആദ്യം മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഇനി മഗ്ദലേന മറിയത്തെ മർക്കോസ് പരിചയപ്പെടുത്തുക, ഈശോയെ ഏറ്റവും സ്നേഹിച്ച അവിടുത്തെ ശിഷ്യ. അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? ഇവളിൽ നിന്നാണ് അവൻ 7 പിശാചുക്കളെ പുറത്താക്കിയിരുന്നത്. ചെറിയ പുള്ളിയൊന്നുമല്ല മഗ്ദലേന. ഈ മഗ്ദലേന മറിയം, ഫുൾട്ടൻ ജേഷീൻ പറഞ്ഞു, ഈശോയുടെ പാദങ്ങളെ സ്നേഹിച്ചവൾ. അവൾ ഈശോയുടെ കാലുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവൾ ഈശോയുടെ പാദങ്ങൾ കണ്ണുനീര് കൊണ്ട് കഴുകി അവളുടെ മുടി കൊണ്ട് ഉണക്കി. ഈശോയെ കുരിശിൽ തറച്ചപ്പോഴും ആ പാദങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവൾ നിന്നത്. അവൾ മാത്രം അവിടുന്ന് പോയില്ല. ആരൊക്കെ വന്ന് ബഹളമുണ്ടാക്കിയിട്ടും, എത്ര പട്ടാളക്കാർ ഒച്ചയും ബഹളവും ഉണ്ടാക്കിയിട്ടും ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിട്ടും ഈശോയുടെ പാദങ്ങളെ അവൾ വിട്ടില്ല. മറിയത്തെക്കുറിച്ച് പറയുന്നത്, മറിയത്തിന്റെ ഹൃദയം മുറിച്ചാൽ ഈശോയെ കാണാം എന്നാണ് പറയുന്നത്. ഈശോയെ ഇത്രമേൽ സ്നേഹിച്ച ഒരു വിശുദ്ധനുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അത് പറയാതെ പോയാൽ അത് അനീതിയാണ് എന്ന്. ഈശോയെ മറിയം കാണുന്ന സമയത്ത് മറിയം അഭിസംബോധന ചെയ്യുന്നൊരു വാക്കുണ്ട്. എന്താ പറയുന്നത്? റബ്ബോനി എന്ന് വിളിക്കുന്നു. എന്താ അങ്ങനെ വിളിക്കാൻ കാര്യം? റബ്ബി എന്ന് വിളിച്ചാൽ എന്താ? ഗുരു എന്നാണ്. അങ്ങനെ എല്ലാവരും വിളിക്കുന്നത്. റബ്ബി എന്ന് വിളിച്ചുകൊണ്ടല്ലേ മറ്റാൾക്കാർ ഈശോയെ കാണാൻ വരുന്നത്. എന്താ റബ്ബോനി എന്ന് പറഞ്ഞാൽ? അതാ സ്നേഹം കൂടും വിളിക്കുന്ന. പിള്ളേർ സ്നേഹം കൂടുമ്പോൾ അമ്മച്ചി എന്ന് വിളിക്കുന്നത് കേട്ടിട്ടില്ലേ? അത് തന്നെ ഉള്ളൂ. അമ്മയും അമ്മച്ചിയും തമ്മിൽ അർത്ഥവ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അർത്ഥവ്യത്യാസമൊന്നുമില്ല. പക്ഷെ അമ്മയ്ക്കറിയാം വ്യത്യാസമുണ്ടെന്ന്. മനസ്സിലായില്ലേ? ഇതുപോലെയാണ് ഈശോയെ മഗ്ദലേന മറിയം റബ്ബോനി എന്ന് വിളിക്കുന്നത്. എൻ്റെ ഗുരുവേ എന്നാണ് അതിൻ്റെ അർത്ഥം. റബ്ബോനി, എൻ്റെ ഗുരുവേ എന്നാണ് വിളിക്കുന്നത്. റബ്ബോനി. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മൾ ഒത്തിരി പഠിക്കേണ്ട ഒരു വിഷയമുണ്ട്. മഗ്ദലേന മറിയത്തിന് ഈശോയെ അറിയാവോ? പരിശുദ്ധ കന്യാസ്ത്രീ മറിയം കഴിഞ്ഞാൽ ഈശോയെ ഏറ്റവും അധികം അറിയാവുന്ന മഗ്ദലേന മറിയത്തിനാണ്. പക്ഷേ ഉദ്ധിതനായ ക്രിസ്തുവിനെ കണ്ടപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. മഗ്ദലേന മറിയം അവനെ തിരിച്ചറിഞ്ഞില്ല. ഒന്ന് ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന്? അതും കഴിഞ്ഞില്ല, വേറെ അടുത്ത സ്റ്റേജിലുണ്ട്. എമ്മാവൂസിലേക്ക് 2 ശിഷ്യന്മാർ പോവുകയാണ്. അവർ എമ്മാവൂസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോ അവരുടെ കൂടെ നടന്നു. ഇത്രയും ദൂരം ഈ മനുഷ്യൻ്റെ കൂടെ നടന്നിട്ടും ഈശോ ആണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞില്ല. എന്തുകൊണ്ടായിരിക്കും അത്? പല കാരണങ്ങൾ പറയുന്നുണ്ട്. ചില ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നതനുസരിച്ച് പ്രതീക്ഷ, അതാണ് പ്രശ്നം. എന്താ കാരണം? 2 ദിവസം മുമ്പ് മറിയം കണ്ടതാണ് ഈശോയെ എങ്ങനെയാണ് കല്ലറയിൽ അടക്കിയിരിക്കുന്നത് എന്ന്. ഐസയാ പ്രവാചകൻ പറഞ്ഞതുപോലെ ഉള്ളങ്കാൽ മുതൽ ഉച്ചി വരെ ഒറ്റ വ്രണമായിരിക്കുന്നവൻ, അവന്റെ ശരീരത്തിൽ അസ്ഥികൾ എണ്ണിയെടുക്കുമാറ് അവന്റെ ശരീരത്തിലെ മാംസം വേർപെട്ടു പോയിരുന്നു. അവന്റെ മുഖം വിലക്ഷണമായിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടില്ലേ, മത്തിയാസ് ഗ്രൂണിവാൾഡ് വരച്ച ചിത്രത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ? ഏറ്റവും ബീഭത്സമായ ആ മുഖം. അങ്ങനെയാണ് അവനെ അടക്കിയത്. ഉദ്ധിതനായ ക്രിസ്തു അവർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്. കുറേ മുറിവുകളും ചോരയൊലിപ്പിച്ചുകൊണ്ട്, മുഖത്തൊക്കെ ചാട്ടവാറടിയേറ്റ, ശിരസിലെ മുൾക്കിരീടം കൊണ്ട് മുറിഞ്ഞിരിക്കുന്ന, പുറം മുഴുവൻ 182ഓളം ചാട്ടവാറടികളേറ്റ് മാംസം ചിതറിത്തെറിച്ച് പുറത്തുനിന്ന് നോക്കിയാൽ അസ്ഥി കാണാവുന്നത് പോലെ ക്രിസ്തുവിനെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അവര് കണ്ടത് പ്രസവിച്ചു വീണ ഉടനെ കുഞ്ഞ്, അത്രമേൽ ഓമനത്വമുള്ള ഈശോയാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണ് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോയതെന്നാണ് പറഞ്ഞത്. അവർ പ്രതീക്ഷിച്ചത് അതല്ല, പ്രതീക്ഷിച്ച ഈശോ ഇതായിരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയത്. അതിലേക്ക് പോകുമ്പോൾ ഒരു സംഭവമുണ്ട് ഇവിടെ. എന്തുകൊണ്ട് സുവിശേഷകർ ഇതിവിടെ അവതരിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ഇനി മുതൽ നിങ്ങൾ ഈശോയെ എങ്ങനെ കാണണം എന്ന് പറയാൻ വേണ്ടിയാണെന്ന്. അത് ഞാൻ പെട്ടെന്ന് പറയാം. മഗ്ദലേന മറിയം ഈശോയെ കണ്ട ഉടനെ എന്താ ചെയ്തേ? മഗ്ദലേനയുടെ ആ സ്നേഹം നമുക്കറിയാമല്ലോ. അവൾ ഓടിപ്പോയി ഈശോ എങ്ങനെ അടക്കാൻ കെട്ടിപ്പിടിക്കുക. ഈശോ എങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട്, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല.
സെന്റ് അഗസ്റ്റിൻ ആണെന്നാണ് ഞാൻ കരുതുന്നത്. സെന്റ് അഗസ്റ്റിൻ പറഞ്ഞ ഒരു സംഗതിയുണ്ട്, ഇനി ഒരിക്കലും അവനെ മരണത്തിന് വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള ഭാവത്തോടുകൂടി അവനെ അവൾ അണച്ചു പിടിച്ചു എന്നാ പറഞ്ഞത്. അങ്ങനെ കെട്ടിപ്പിടിക്കുക. അപ്പൊ ഈശോ അവളോട് പറയുന്നൊരു വാക്കുണ്ട്, മലയാളത്തിൽ അത് എഴുതിക്കുന്നത് ഇങ്ങനെയാ, മറിയം നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, മറിയം നീ എന്നെ തടയരുത്, ഞാൻ സ്വർഗത്തിലേക്ക് പോയിട്ടില്ല. അത് അങ്ങനെ അതോ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ എങ്ങനെയാ, ഡു നോട്ട് ക്ലിങ് ടു മീ. ഗ്രീക്കിൽ പറയുന്ന ആ വാക്കുണ്ട്, അത് പഠിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. മേ മോവു ഹപ്തു. ഈ ഹപ്തു എന്നുള്ള വാക്ക് വരുന്ന ഹപ്തമോയി എന്ന് പറയുന്ന വേർബിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഹപ്തമോയി എന്ന് പറഞ്ഞാൽ പൂണ്ടടക്കം പിടിക്കുക എന്ന് പറയാലേ, അങ്ങനെ വെള്ളത്തിലൊക്കെ മുങ്ങിപ്പോകുന്ന സമയത്ത് കെട്ടിപ്പിടിക്കുന്നതിനെയാണ് ഹപ്തമോയി എന്ന് പറയുക. അങ്ങനെയാണ് പിടിച്ചിട്ടിരിക്കുന്നത്. രണ്ട് രീതിയിലായിരിക്കാം ഈശോ പറഞ്ഞതെന്ന് പറയാം. അപ്പൊ ഈശോ ഇങ്ങനെ തമാശ എന്ന് പറയുന്നത്, അമ്മമാരെ കുഞ്ഞുങ്ങൾ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഒന്ന് പോ കൊച്ചേ എന്ന് പറയും. കൊച്ചു പോകണമെന്ന് ആഗ്രഹമില്ല അമ്മയ്ക്ക്, അല്ലേ? ഇതുപോലെ ആ അർത്ഥത്തിലാകാം. പക്ഷേ അക്വീനസിനെ പോലെയുള്ള സ്കൊളാസ്റ്റിക്കുകളുടെ കാലമായപ്പോഴേക്കും അവർക്ക് ഇതിൻ്റെ ആന്തരികാർത്ഥം മനസ്സിലായി. അവർ പറഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? ഇപ്പോൾ ഉദ്ധിതനായിരിക്കുന്ന ക്രിസ്തു ഇതുവരെ യോഹന്നാൻ മാർവിൽ തലചായ്ച്ച് കിടന്നിരുന്ന, മീൻ പിടിക്കാൻ പോകുന്ന തോണിയിൽ തലവെച്ച് കിടന്നിരുന്ന, അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും അവരുടെ തോളിൽ കയറ്റി നടക്കുകയും ചെയ്യുന്ന ക്രിസ്തു അല്ല. ഈ ക്രിസ്തുവിനെ ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ് എന്നാണ് വിളിക്കുക, മഹത്വീകൃതനായ ക്രിസ്തു. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ദിവ്യകുർബാന ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യുക? നിങ്ങൾ എന്താ ചെയ്യുന്നത് എനിക്കറിയത്തില്ല, എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം. ദിവ്യകുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് പള്ളിയിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളൊന്ന് ഇങ്ങനെ ഒന്ന് കുമ്പിടുക. എന്നിട്ട് നിങ്ങൾ സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് പോയിരിക്കുക. പോയിരുന്നില്ലെങ്കിൽ ഈ ബിജു ഒക്കെ കുത്തിന് പിടിച്ചുകൊണ്ടേ ഇരുത്തും. അപ്പോൾ നിങ്ങൾ അവിടെ പോയി ഇരിക്കുക, ഒരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കുക. അത് മാത്രമേ ചെയ്യേണ്ടുള്ളൂ. കുർബാന കഴിഞ്ഞു, സക്രാരിയിൽ ഈശോയുടെ ശരീരം അടക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പള്ളി ഒന്ന് ക്രോസ് ചെയ്ത് പോകണം. എന്താ ചെയ്യേണ്ടത്? ജനൂഫ്ലെക്റ്റ് ചെയ്യണം, മുട്ട് വളയ്ക്കണം. ഒരു പ്രാവശ്യം മുട്ട് വളയ്ക്കണം. അങ്ങനെ നിങ്ങൾ ഇറങ്ങിയിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ ദിവ്യ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 2 പ്രാവശ്യം ജനുഫ്ലെക്റ്റ് ചെയ്യണം. ഇറങ്ങിപ്പോരുമ്പോഴും 2 പ്രാവശ്യം ജനുഫ്ലെക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇറങ്ങിപ്പോരാൻ. ശരിയായ കണക്കനുസരിച്ച് ചുരുങ്ങിയത് 3 ചുവടെങ്കിലും പുറകോട്ട് നടന്നിട്ട് വേണം ജനുഫ്ലെക്റ്റ് ചെയ്തിട്ട് ഇറങ്ങിപ്പോരാൻ. എന്താ ഇത് തമ്മിലുള്ള മാറ്റം? എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ക്രിസ്തു സ്വർഗത്തിൽ മാലാഖമാരാൽ പരിസേവിതനായി സ്വർഗത്തിന്റെ രാജാവായി സിംഹാസനസ്ഥനായിരിക്കുന്ന ക്രിസ്തുവിന്റെ പ്രതീകമാണ് എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ക്രിസ്തു. ഒരു വിധത്തിൽ വലിയൊരു സിദ്ധാന്തം ക്രിസ്തു മറിയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയായിരുന്നു. സാധാരണഗതിയിൽ ഈശോയെ സമീപിക്കുന്നത് പോലെയല്ല ഇനി ഈശോയെ സമീപിക്കേണ്ടത്. ദിവ്യകാരുണ്യം ഒരു ചെറിയ അപ്പമാണെങ്കിലും അതത്ര ചെറിയ അപ്പമല്ല എന്ന് നമ്മോട് പറഞ്ഞു തരികയാണ്. അക്വീനസ് ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കഥയുണ്ട്. എന്നാൽ പിള്ളേരോടൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അത്ഭുതപ്പെട്ടിരുന്നു പോയ സംഭവം. അക്വീനസ് ഓ സാക്രമെന്റ് മോസ്റ്റ് ഹോളി എന്ന് പറഞ്ഞ ആ പാട്ടില്ലേ, അത് അക്വീനസ് എഴുതുന്നില്ല. മാർപ്പാപ്പ ആ കാലഘട്ടത്തിലുള്ള വലിയ സ്കൊളാസ്റ്റിക്കുകളോടൊക്കെ പറഞ്ഞു ഈശോയെ സ്തുതിക്കുന്ന പാട്ടെഴുതാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും എഴുതി. ബൊനവെഞ്ചർ ഒക്കെ എഴുതി. പ്രഗത്ഭരായ ആ കാലഘട്ടത്തിലെ വലിയ ദൈവശാസ്ത്രജ്ഞന്മാരെല്ലാവരും എഴുതി. അക്വീനസ് എഴുതിയ ഈ ഓ സാക്രമെന്റ് മോസ്റ്റ് ഹോളി എന്നുള്ള ആ പാട്ട് അദ്ദേഹം വായിച്ചു കേട്ടപ്പോൾ ബൊനവെഞ്ചർ അങ്ങേരെ എഴുതിയ കവിത കീറിക്കളഞ്ഞതാണ്. അത്ര മനോഹരമായിരുന്നു ഇത്. ഈ കവിതയെക്കുറിച്ച് ഈശോ അക്വീനസിനോട് സംബന്ധിച്ചത്. അതവിടെ പോട്ടെ. ഏതായാലും ഞാൻ പറയുന്നത്, കൗദാശിക സ്വീകരണത്തിന് നമ്മുടെ പ്രതിനിധിയായിട്ട് മറിയം നിൽക്കുകയാണ് ഈശോയുടെ മുന്നിൽ. ഇനി മുതൽ ദിവ്യകുർബാനയാകുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കാൻ മറിയത്തെ ഒരുക്കുകയാണ് ഈശോ. നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഇടയ്ക്ക് കണക്ഷൻ വിട്ടുപോകരുത്. അതായത് ഇതുവരെ മനുഷ്യ ശരീരമായിരുന്ന ഈശോയെ കാണുകയും അണച്ചു പിടിക്കുകയും ചെയ്യുന്ന മറിയത്തോട് പറയുകയാണ്, ഇനി മനുഷ്യ ശരീരമായിട്ടല്ല നീ എന്നെ സ്വീകരിക്കേണ്ടത്, ഇനി ദിവ്യ കുർബാനയായിട്ടാണ് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞത്. മറിയത്തോട് മറ്റൊന്നും കൂടെ പറയുക, എന്നെ പിടിച്ചു വയ്ക്കാനല്ല ഇനി നിന്റെ ദൗത്യം. നിന്റെ ആ സ്നേഹത്തിന്റെ ആധിക്യത്തിൽ നീ എന്നെ കണ്ടല്ലോ, ഉദ്ധിതനായി എന്നെ കണ്ടല്ലോ. ഇനി ആ സ്നേഹത്തിന്റെ ആധിക്യത്തിൽ എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയല്ല നീ ചെയ്യേണ്ടത്. നിന്റെ ദൗത്യം എന്താണ്? എന്നെ പ്രഘോഷിക്കുകയാണ്. ആദ്യത്തെ വചനപ്രഘോഷക എന്ന് വിളിക്കുന്നത് ആരെയാ? അപ്പോസ്റ്റൽ ടു ദ അപ്പോസ്റ്റൽസ്. അപ്പസ്തോലന്മാരുടെ അടുത്തേക്ക് അയച്ച അപ്പസ്തോല എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവള്. അപ്പസ്തോലന്മാർക്ക് സുവിശേഷത്തിന്റെ അപ്പസ്തോലത്വം പറയാനായിട്ട് ഈശോ അയച്ച പുണ്യവതിയാണ് മറിയം. നാം എന്തായി തീരണമെന്ന് യഥാർത്ഥത്തിൽ മറിയത്തിലൂടെ പഠിപ്പിക്കുക. അറിഞ്ഞ ക്രിസ്തുവിനെ നമുക്ക് സ്വന്തമാക്കി വെക്കാൻ പറ്റിയല്ല. ഇന്നൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചല്ലോ, നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞില്ലേ. ഇനി എന്താ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്?
ഇതിനെക്കുറിച്ച് ധ്യാനിച്ച് ഈ വിശുദ്ധ വാരം കഴിഞ്ഞു പോകുക എന്നുള്ളതാണോ? അതതിൻ്റെ ഒരു വശം. അങ്ങനെ ഈശോയെ വളർത്തണം നമ്മൾ, നമ്മുടെ ഉള്ളിലുള്ള ഈശോയെ. അതുകൂടാതെ നമ്മൾ ഈ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ബാധ്യസ്ഥരാണ്. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് ഇങ്ങനെ നിന്നോണ്ട് പ്രഘോഷിക്കുന്നില്ല. പറ്റുമെങ്കിൽ ഈ പണി നീ ചെയ്തെന്ന യാക്കോസ്ലയാ പറഞ്ഞേക്കുന്നത്. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ക്രിസ്തു സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളൊരു അപ്പസ്തോലയായിട്ട്, ഒരു മറിയം മഗ്ദലേനയായിട്ട് മാറിക്കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ചുറ്റുപാടുമുള്ള ആൾക്കാർ ഇതൊക്കെ ശ്രദ്ധിക്കും കേട്ടോ. കുഞ്ഞുങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കും. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് എത്ര ഉപദേശം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അതൊന്നും ആൾക്കാർ കേൾക്കാൻ പറ്റില്ല. ഉപദേശം കേട്ടോ നന്നാകുമായിരുന്നെങ്കിൽ ഞാനൊക്കെ നന്നാടായിരുന്നു. നാട്ടുകാർ മുഴുവൻ ഉപദേശിച്ചിട്ട് നന്നായില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്താൽ മാത്രമേ മാറ്റം ഉണ്ടാവുകയുള്ളൂ. ദേവാലയത്തിൽ കുർബാന കഴിയുമ്പോൾ ചൊല്ലുന്ന ഒത്തിരി പ്രാർത്ഥനകളുണ്ട്, അച്ഛൻ നൽകുന്ന ആശംസകളുണ്ട്. അതിൽ ഒരു ആശംസ മാത്രം ഞാൻ പറയാം. ഗോ ആൻഡ് അനൗൺസ് ദ ഗോസ്പൽ ഓഫ് ദ ലോർഡ്. കേട്ടിട്ടില്ലേ അത്? അടുത്തത് ഇങ്ങനെയാണ്, ഗോ ആൻഡ് ലിവ് ദ ഗോസ്പൽ ഓഫ് ദ ലോർഡ്. കർത്താവിൻ്റെ സുവിശേഷം ജീവിച്ച് പ്രഘോഷിക്കുക. ഇതിനേക്കാൾ വലിയൊരു പ്രഘോഷണമില്ല. ഏറ്റവും വലിയ പ്രഘോഷണമാണിത്. കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. എൻ്റെ എല്ലാ ഇതിൻ്റെ പ്രശ്നം ഇത് എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല പലപ്പോഴും. ഇപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ നിർത്തുകയാണ്, സമയം പോയതുകൊണ്ട്. നമുക്ക് ഈ 4 ദിവസം നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ ഇത്രയും മനോഹരമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഞങ്ങൾക്കൊരു ചിന്തയുണ്ടായിരുന്നില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നൊരു 10 പേരൊക്കെ വരുമെന്നായിരുന്നു. പക്ഷേ ഇത്രയും ആൾക്കാരോട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാനും ഒരുമിച്ചിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാനും ക്രിസ്തുവിനെ അനുഭവിക്കാനും ഒക്കെ വലിയ കൃപയാണിത്. നമ്മൾ ഈ കരുതുന്ന പോലെ ഒന്നുമല്ല. നമ്മുടെ ജീവിതങ്ങളെ ക്രിസ്തു സ്പർശിച്ചു കഴിഞ്ഞു. ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിമളം, ആ ജീവജലം പുറത്തേക്ക് ഒഴുകും. അതിനങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കാൻ പറ്റിയല്ല. അത് പുറത്തേക്ക് ഒഴുകും. അനേകർക്ക് അത് ജീവജലമായിട്ട് മാറും. നിങ്ങൾ കരുതുന്ന പോലെ ഒന്നുമില്ല, എനിക്കിതിനൊന്നും കഴിവില്ലല്ലോ എന്ന് നിങ്ങൾ പറയരുത്. അങ്ങനെ പറയാൻ പാടില്ല. കാരണം നിങ്ങളുടെ ജീവിതം കൊണ്ടാണ് നിങ്ങൾ ക്രിസ്തുവിനെ നൽകാൻ പോകുന്നത്. നമുക്ക് ഇത്രയും മനോഹരമായിട്ട് കർത്താവ് നമ്മളെ ഈ 4 ദിവസം ഉപയോഗിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമുക്ക് വേണ്ടി ഇത്ര മനോഹരമായി നിമിഷങ്ങൾ ഉണ്ടാക്കി തരാനായിട്ട് നമുക്ക് മധ്യസ്ഥം വഹിച്ച പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് നന്ദി പറയാം. നമ്മുടെ കാവൽ മാലാഖമാർക്ക് നമുക്ക് നന്ദി പറയാം. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ യൗസേപ്പ് പിതാവിന് നമുക്ക് നന്ദി പറയാം. ഇതുകൂടാതെ ഈ ദേവാലയത്തെ ചൂഴ്ന്നു നിൽക്കുന്ന പരശതം മാലാഖമാര്, ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന മാലാഖമാര്, നമുക്ക് മുമ്പേ കാലം ചെയ്ത് കടന്നുപോയ വിശുദ്ധരുടെ ആത്മാക്കള്, ഇവർക്കൊക്കെ നമുക്ക് നന്ദി പറയാം. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം, അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമാകട്ടെ, കുഞ്ഞുങ്ങളെയെല്ലാം കർത്താവിൻ്റെ തിരുരക്തത്തിന് സമർപ്പിക്കാം. ഇനിയും നമുക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിന് സമർപ്പിക്കാം. കർത്താവിൻ്റെ രക്തത്തിൻ്റെ കോട്ടയ്ക്കുള്ളിൽ അവരെ സംരക്ഷിച്ചില്ല എങ്കിൽ അലറുന്ന സിംഹത്തെ പോലെ പിശാച് ലോകം മുഴുവൻ ഓടി നടക്കുകയാണ്. തനിക്കിനി അധികം സമയമില്ല എന്നറിഞ്ഞിരിക്കുന്നതിനാൽ അവൻ വളരെ ആക്രാന്തത്തോടുകൂടി കുഞ്ഞുങ്ങളെ വഴിപിഴപ്പിക്കാൻ ശ്രമിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ തിരുരക്തത്തിനുള്ളിൽ അവരെ സംരക്ഷിക്കാം. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമയമില്ലാത്തത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിക്കാം. എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മധ്യസ്ഥം അപേക്ഷിച്ച ഒരുവനെയും ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ ദയുള്ള മാതാവേ, ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപ്പാദത്തങ്ങൾ ഞാൻ അണയുന്നു. നെടുവീർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ അങ്ങയുടെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയുള്ളവളായി കേട്ടില്ലേണമേ. ആമേൻ.